ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചൈനീസ് ആമ്പാണ്. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആമ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. കൂടെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ആമ്പ് ദുബായിൽ നിന്ന് നമ്മുടെ ഒരു ചേട്ടനുണ്ട്, അരുൺ മാധവൻ ചേട്ടൻ. ആ ചേട്ടനാണ് ഈ ഒരു സാധനം നമുക്കിവിടെ ആയിട്ട് വരുത്തിയത്. അപ്പോൾ ദുബായിൽ നിന്ന് വരുത്തി സാധനം നേരെ ഇന്ത്യയിലോട്ട് വന്നതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാധനം നമുക്ക് കൈ കിട്ടാനായിട്ട്. അപ്പോൾ ഗീസ്, ഇതാണ് നമ്മുടെ ബോർഡ്. ഒരു രീതി തന്നെയാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളത്. നല്ലൊരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരു പാക്കറ്റ് നമ്മൾ അഴിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ബോർഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് സാൻഗൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, ഈ കാണുന്നത് സാൻഗൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡയോഡാണ് വരുന്നത്. പിന്നെ വരുന്നത് 5200 ടോഷിബയുടെ 5200 അതിൻ്റെ സീരീസ് വന്നിട്ട് N47 ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2SA 1943 ആണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ ട്രാൻസിസ്റ്ററാണ്. മാച്ച്ഡ് പെയർ എന്നാണ് അവർ പറയുന്നത് അവരുടെ സൈറ്റിനകത്ത് ഞാൻ നോക്കിയപ്പോൾ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ ഈ നല്ല ക്വാളിറ്റിയുള്ള റെസിസ്റ്റേഴ്സ് ആണ്. നല്ല ക്വാളിറ്റിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സൈറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡാണ്. മിലിറ്ററി ഗ്രേഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് കമ്പോണൻസ് എല്ലാം മിലിറ്ററി ഗ്രേഡ് എന്നാണ് പറഞ്ഞത്. റെസിസ്റ്റേഴ്സിൻ്റെ കാലുകളെല്ലാം ലെഗ് എല്ലാം കോപ്പർ ലെഗ് എന്നാണ് അവർ പറയുന്നത് അവരുടെ സൈറ്റിനകത്ത്. ഫ്രണ്ട്സ്, പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂവാഹോങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, പിന്നെ നിപ്പോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് നിപ്പോൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പിന്നെ ഇവിടെ ആയിട്ട് വരുന്നത് റൂബിക്കോൺ ആണ്. ഈ കാണുന്ന കപ്പാസിറ്റർ 50 വോൾട്ട് 100 NF-ൻ്റെ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിക്കോണിൻ്റെ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം വിലയുള്ള കപ്പാസിറ്റേഴ്സ് ആണ് ഈ നിപ്പോണിൻ്റെയും റൂബിക്കോണൊക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സ് ഒക്കെ തന്നെ അവരുടെ സൈറ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് എന്നാണ് പറയുന്നത്. അവർ കോപ്പർ ലെഗ് ആണ് വരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് സൈറ്റിൽ കണ്ടപ്പോഴേ അങ്ങനെയാണ്. എന്തായാലും ബോർഡ് വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ഞാനൊരു ലെഗ് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് നോക്കിയപ്പോഴും കറക്റ്റ് തന്നെയാണ്, അത് കോപ്പർ ലെഗ് തന്നെയാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇൻബിൽറ്റ് ഒരു പവർ സപ്ലൈ ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നൊരു പവർ സപ്ലൈ ആണ്. ഇവിടെ സാൻഗൻ്റെ ഡയോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻഗൻ്റെ ഡയോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെർമിനൽസ് ആണ്. ഇവിടെ നമ്മൾ AC സപ്ലൈ കൊടുക്കാനായിട്ടുള്ള ഒരു ടെർമിനൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് S0 AC എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കപ്പാസിറ്റർ ആഡ് ചെയ്യാൻ വേണ്ടി ഇതും കൊടുത്തിട്ടുണ്ട്, 2 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ നമ്മൾ ആഡ് ചെയ്യണം, അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല വരുന്നത് എന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ അതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ്. അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ 24 വോൾട്ട് DC ആണ്. ഒമിറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ റിലേ ആണ് ഇട്ടിട്ടുള്ളത്. ഒമിറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ റിലേക്ക് നല്ല വിലയുള്ള റിലേ ആണ്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ തന്നെ നല്ല വിലയുള്ള റിലേ തന്നെയാണ് ഒമിറോൺ എന്ന് പറയുന്ന കമ്പനി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ കാണുന്ന രണ്ടും ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. C2073 A943 ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. A940. അത്യാവശ്യം നമുക്കിവിടെ റയറായിട്ട് കിട്ടുന്ന 2 ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓൺസൈമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് അവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു തെർമൽ ഫീഡ്ബാക്ക് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് 669A എന്ന് പറയുന്ന D669A എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് അവർ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ PCBയുടെ ആ ഒരു ക്വാളിറ്റി പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചൈന സാധനമാണ്, എല്ലാവരും പറയുന്നു ചൈന പ്രോഡക്റ്റ് ആണ്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്കിലേക്ക് ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞു
ചൈന പ്രോഡക്റ്റ് എന്ന്. പക്ഷേ ചൈന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈന മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ ഒരു സാധനമല്ല ഇത്. അവർ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചൈന പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടാ, നമ്മുടെ ഒരു കാര്യം പറയാം, നമ്മുടെ ചൈന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കുന്ന, ഇപ്പം നമുക്ക് ചൈനീസ് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഓക്കെയാണ്, ഈ ക്വാളിറ്റി കുറഞ്ഞ ചൈനീസ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചൈന ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റുകളുണ്ട്, അവിടെ കിട്ടുന്ന പോലത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ വരുന്ന ചില ചൈന കമ്പോണൻസ് ഉണ്ട്. അതുപോലുള്ള ലോക്കൽ ബോർഡല്ല ഈ ഒരു ബോർഡ്. ഈ ബോർഡിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി ഗ്രേഡ് സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ, ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു വെറും ഡ്യൂപ്ലിക്കേറ്റ് കമ്പോണൻസ് ഇട്ട് വരുന്ന സാധനങ്ങളല്ല. കാര്യം ഈ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങൾ, വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്ന അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരുൺ മാധവൻ ചേട്ടൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടൊക്കെയാണ്. അരുൺ മാധവൻ ചേട്ടൻ ഒരു എഞ്ചിനീയറാണ്, അതായത് സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഈ ഒരു സാധനം വാങ്ങിയത്. നല്ല ക്വാളിറ്റി ഉള്ളത്, വില കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബോർഡുകൾ കിട്ടുന്നുണ്ട്. ആ ബോർഡ് ഒന്നും കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളി അതെല്ലാം നോക്കിയിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ബോർഡ് ഇതാണെന്ന് തോന്നി, അതുകൊണ്ട് പുള്ളി ഇത് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചൈന ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒട്ടും പിറകിലോട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ നാട് പോലും അവരുടെ കൂടെ എത്താൻ, ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൂടെ എത്താൻ തന്നെ ഇനി ഒരു 10-15 വർഷത്തോളം പോകേണ്ടതായിട്ടുണ്ട്. കാര്യം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ പക്ക ബ്രാൻഡായിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ബ്രാൻഡിൻ്റെ ബോർഡ് തന്നെയാണ്. പക്ഷെ അവർ ഇതിൽ പേര് വ്യക്തമാക്കിയിട്ടില്ല, ഏത് കമ്പനിയാണെന്നോ അങ്ങനത്തെ ഒരു പേര് അവർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു കുറവായിട്ട് കാണാം ഇതിൽ. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കമൻറ്റ്, ഈ ചില ചേട്ടന്മാരുണ്ട് ചുമ്മാ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി വരുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങളിത് ക്യാഷ് കൊടുത്ത് വാങ്ങി നോക്കണം, അപ്പോൾ അറിയാം ഇതിൻ്റെ വില എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വില പറയുന്നില്ല, അത് പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വില പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഡോളർ കൺവേർട്ട് ചെയ്ത് എത്ര രൂപ ആകുമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ബാക്കിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ വർക്കിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പേര് കൃഷ്ണകിഷോർ HG എന്നാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കാം. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഹാൻഡ്മെയ്ഡ് സിസ്റ്റംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ എൻ്റെ പേര് കൃഷ്ണകിഷോർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു പവർ സപ്ലൈ ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഡയോഡ് ഇവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ ബൈപ്പാസ് ചെയ്ത് പുറത്തുനിന്ന് ഈ ഒരു സപ്ലൈ ഉപയോഗിച്ചിട്ട് DC ഫിൽട്ടർ ചെയ്ത് ഇവിടെ കൊടുത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനാണ് പ്ലാനിങ്. അപ്പോൾ ഇതിനകത്ത് ബയാസ് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയാസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ N59 എന്ന് പറയുന്ന ഹീറ്റ് സിങ്ക്, ഏകദേശം ഒരു 1.5 കിലോ ഹീറ്റ് സിങ്ക് നമുക്കിവിടെ ഇതിന് ആഡ് ചെയ്യും. അത്യാവശ്യം നല്ല ഹീറ്റ് സിങ്ക് വേണമെന്നുള്ളത് അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 250 വാട്ടാണ്. കൂടുതൽ എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.